നമസ്കാരം. നമ്മുടെ ഈ വീടിനും പറമ്പിലുമൊക്കെ ആയിട്ട് മരങ്ങൾ വെക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ചില വശങ്ങൾ വീണ്ടും ഒന്ന് എടുത്തു കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ വീടിന് ചുറ്റും മരം വെക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റം ഇവിടെ ഞങ്ങൾക്കൊരു കഷ്ടിച്ച് 6 അടിയോ 8 അടിയോ വല്ലതും കാണും. ഇവിടെ ഒരു കശുമാവ് വെച്ചിരിക്കുകയാണ്. ഇത് കശുമാവാണ്. ഈ കശുമാവ് അഥവാ പറങ്കിമാവ് എന്ന് പറഞ്ഞ സാധനം ഇതൊരു എക്സോട്ടിക് ചെടിയാണ്. കേരളത്തിന് പുറത്തുനിന്ന് വന്നതാണ്. കാഷ്യൂ ആപ്പിൾ. ഇവനെ നമ്മൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. ഇതിനെ ഇവിടെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറമ്പിൻ്റെ പല ഭാഗത്തും ഈ പാറക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉടമസ്ഥർ കശുമാവുകൾ വെച്ചിട്ടുണ്ട്. ഈ കശുമാവിൻ്റെ ഒരു ഡിസൈൻ അത് വളർന്ന് അതിൻ്റെ ചില്ലുകൾ പോകുന്ന വളരെ രസകരമായ ഒരു കലാസൃഷ്ടിയായിട്ട് ആ മരം പലപ്പോഴും വളർന്നു വരുന്നുണ്ട്. അപ്പോൾ 1-2 എണ്ണം സാമ്പിൾ ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മരം ഇവിടെ വന്നാൽ ഇപ്പോൾ തന്നെ ഇതിന് ചില്ലയൊക്കെ പൊട്ടി തുടങ്ങി. ഇത് കുറച്ചുകൂടെ മേലോട്ട് പോയി കഴിയുമ്പോൾ ഇത് വളഞ്ഞും പൊളഞ്ഞും വേര് താഴോട്ട് പോകുന്നതുകൊണ്ട് കുറച്ച് മുരടിച്ചും ഒക്കെ ആയിട്ടൊരു പ്രത്യേക രീതിയിലായിരിക്കും ഈ മരം വളരുന്നത്. ഇതാണ് കശുമാവിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു കശുമാവ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സാധാരണ മരം നിൽക്കുന്ന പോലെയല്ല. കുറച്ച് കാലം കഴിയുമ്പോൾ അതല്ലാതെ പഴുക്കുന്ന കാലത്ത് ധാരാളം പക്ഷികൾ വരും. അതിന് ഈ കാഷ്യൂ ആപ്പിൾ വരും. ഇങ്ങനെ കുറേ സാധനം വരും. ഇത് ഒരു മരത്തിൻ്റെ കഥയല്ല. ഇതുപോലെ പ്രത്യേകതകളുള്ള ഒരുപാട് മരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു മരമാണ് മരുത്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പൂച്ചെടികൾ, കണിക്കൊന്നയും മണിമരുതും വാകയും ഒക്കെ നമ്മൾ വഴി വെക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറം പാല പോലും വഴി വെക്കാറില്ല. കേരളത്തിൽ പാലയില്ല. ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ എള്ളം പാല വഴിയിൽ വെച്ച് പിടിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവിടെ ഇപ്പോൾ മരുതെന്ന് പറഞ്ഞൊരു മരമുണ്ട്. മരുതൊരു സാധാരണ മരമാണ്. ഈ നമ്മുടെ അതുപോലെ തന്നെ നീർമാതളം നന്നായിട്ട് പൂക്കുന്നൊരു മരമാണ്. ഈ മരുത് പൂത്ത് നിൽക്കുന്ന ഇവിടെ കാണാം. വെള്ളപ്പൂവാണ് അതിൽ കൂടുതലായിട്ട് നമുക്ക് ദൂരെ നോക്കിയാൽ ആ കൊല കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ അതിനടുത്ത് ചെല്ലുമ്പം അതിൻ്റെ അകത്ത് ചുവന്ന ഇതളുകളാണ്. ആ പൂങ്കുലയ്ക്കകത്തേക്ക് ചെല്ലുന്നത് അത് വളരെ രസമുള്ള പുളിയിലയുടെ ആകൃതിയുള്ള ഭംഗിയുള്ള ഒരു പൂവായിട്ട് പൂങ്കുലയായിട്ട് അതെന്താണ് ഈ മരം ഇത്രയും പൂത്ത് നിൽക്കുന്നത് നമ്മൾ ചോദിക്കുന്ന തരത്തിലാണ് മരുതിൻ്റെ പൂവ് പലയിടത്തും കാണുന്നത്. ഇതേപോലെ മറ്റൊരു മരം ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ എൻ്റെ പറമ്പിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ 2 മരം നിൽപ്പുണ്ട്. അതിലൊന്ന് കാഞ്ഞിരമാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് വീഴും. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് ഏകദേശം അതുപോലെ നിൽക്കുന്നു. കാഞ്ഞിരമാണെന്നുള്ളൊരു ധാരണയിൽ 5-6 കൊല്ലം ഇതിൻ്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ വന്ന പല ശാസ്ത്രജ്ഞന്മാരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അത് അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നൊരു മരമാണ്. അപ്പോൾ അടുത്ത ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ആ മരത്തിൽ ഒരു ചെറിയ കൊല പോലെ, അപ്പോൾ ഇതെന്താ പൂക്കൊലയാണോ എന്താണെന്നൊക്കെ നോക്കിയപ്പോഴത്തേക്ക് പൂക്കൊല അത് നല്ല മുള്ളാണ്. അപ്പോൾ ഈ മുള്ള് കണ്ടാൽ ഒരു കൊല പോലെ നിൽക്കുന്നതുകൊണ്ട് ഈ തെങ്ങിൻ്റെയൊക്കെ കൊലഞ്ഞ പോലെ നിൽക്കുന്നതുകൊണ്ട് ഇത് മുള്ളാണെന്നൊരു തോന്നലുണ്ടായിട്ടില്ല. ഇപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് അത് മുള്ളാണെന്നറിയാം. മുള്ളെന്ന് പറഞ്ഞാൽ നമ്മുടെ മുള്ളം പന്നിയുടെ മുള്ള് പോലെ നല്ല കട്ടിയുള്ള അറ്റം നന്നായിട്ട് കൂർത്ത ഒരു 2 ഇഞ്ചിലധികം നീളമുള്ള മുള്ളാണ്. ആ മുള്ളുകളുടെ ഒരു കൊലയാണ്. ഇപ്പോൾ ഒരാളെ നമ്മൾ മരത്തിലേക്ക് തള്ളി വിട്ടാൽ അയാളുടെ ദേഹത്ത് ഒരു 4-5 മുള്ള് കുത്തി തുളഞ്ഞ് കയറുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതെന്താണ് ഈ മരം? അപ്പോഴാണ് ഇത് വേറൊരു മരമാണെന്ന് കാണുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ ആ തളിര് വരുന്ന വളരെ ചുമന്ന് വളരെ രസമുള്ള തളിരായിട്ട് അതിൻ്റെ മുള്ള് വരിക. ആ മുള്ള് പിന്നെ ശക്തിപ്പെടുകയും അങ്ങനെ മുള്ളിൻ്റെ ഒരു കവചം മരത്തെ ആരും ആക്രമിക്കാതിരിക്കാനെന്നുള്ള മട്ടിൽ അതിൻ്റെ മുള്ളിട്ട് താഴെ വരെയും മുള്ള് വരികയും ചെയ്യുന്നു. അത് ചരൽ എന്നൊരു മരമാണ്. അത് പഴം ഉണ്ടാകുന്നൊരു മരമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു മരമാണ് നമ്മുടെ ഈട്ടി. ഈ പാറക്കിടയിലൊക്കെ ഈട്ടി വളരുന്നുണ്ട്. ഈട്ടി ഒരുപാട് കാലം എടുക്കും ഈട്ടി വളർന്ന് ഈ ഒരു വലിപ്പത്തിലെത്താൻ. പക്ഷേ ഇതിനിടയ്ക്കൂടെ ഈ മരത്തിൻ്റെ ഒരു ഫോമേഷൻ, വളരെ രസമുള്ള ഒരു ഫോമേഷൻ ഈട്ടിക്ക് ഉണ്ട്. ഇതുപോലെ വേറൊരു മരമാണ് മഞ്ഞനാത്തി. മഞ്ഞനാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോനി എന്ന് പറഞ്ഞ ചെടിയുണ്ട്. പലരും മലേഷ്യൻ പഴമായിട്ടാണ് കണക്കാക്കുന്നത്. നോനി മലേഷ്യൻ പഴമല്ല. ഇവിടെ നമ്മുടെ ആറ്റിൻ്റെ തീരത്തൊക്കെ ഉള്ളൊരു മരമാണ്. അതിൻ്റെ അതേ ഫാമിലിയിൽപ്പെട്ട അതേ കുടുംബത്തിൽപ്പെട്ട വേറൊരു മരമാണ് മഞ്ഞനാത്തി. ഈ മഞ്ഞനാത്തി ഇവിടെയൊക്കെ ഈ പറമ്പിൽ പലയിടത്തും ഉണ്ട്. മഞ്ഞനാത്തി കശുമാവ് പോലെ പാറക്കിടയിലൊക്കെ നിന്ന് വളരെ കട്ടി പിടിച്ച് അതിൻ്റെ ഇലയൊക്കെ തണ്ടൊക്കെ ഒരുമാതിരി ചുളുങ്ങി മരത്തിന് വലിയ കട്ടിയുള്ള തൊലിയൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള രൂപം അതിന് കിട്ടുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പൂക്കളാണ്. ചെറിയ നല്ല മണമുള്ള വളരെ സുഗന്ധമുള്ള ഒരു മരമുല്ലയുടെയൊക്കെ പൂക്കളുണ്ടാകുന്ന സമയത്തെ ഗന്ധം ഇതിൽ നിന്നും വരും. അപ്പോൾ ഈ മഞ്ഞനാത്തി ഇതുപോലെ തന്നെ പറമ്പിൽ പലയിടത്തും ഇങ്ങനെ നിന്ന് വളരുന്ന സാധനമാണ്. വേറെ ഇതേപോലുള്ളൊരു മരമാണ് അപ്പക്കുടുക്ക. അതെല്ലാം മഞ്ഞപ്പൂ ഉണ്ടാകുന്നൊരു മരമാണ്. അത് പാറയുടെ ഇടുക്കിൽ ഈ മരം കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിവിടെ നിന്നിട്ട് ഇതിന് പൂവുണ്ടാകും. അതിന് ശീമപ്പഞ്ഞി എന്നൊരു പേരുമുണ്ട്. ഈ അപ്പക്കുടുക്ക എന്ന് പറഞ്ഞാൽ ആദിവാസികൾ അവരപ്പം ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ കായ് ഉപയോഗിക്കും. ആ കായ്ക്കകത്ത് ശർക്കരയും ഇവിടെ കുഴച്ച് അവരപ്പം ഉണ്ടാക്കി കഴിക്കും. നല്ല ഭംഗിയുള്ള ഒരു മരമാണ്. അപ്പക്കുടുക്ക മാത്രമല്ല, ഈ പാറക്കിടയിൽ ബാക്കി മരങ്ങളും വളരുന്നതാണ്. ഇപ്പോൾ ചൂണ്ടപ്പന എവിടെ ആയാലും അതിന് വലിയ വളർച്ച പാറയുടെ ഇടയിലും മറ്റും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു വള്ളിച്ചെടി നമ്മുടെ പുല്ലാഞ്ഞി വളർന്ന് വലിയ വള്ളികളായിട്ട് ഈ മരത്തിൽ കയറി പടന്ന് അതൊരു വലിയ കൂടായിട്ട് കിടക്കുകയും ഇതുപോലെ കിടക്കുകയും അത് പൂക്കുന്ന സമയത്ത് വെള്ളപ്പൂക്കളുടെ വലിയൊരു കുല അതിൻ്റെ മുകളിലുണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ പല ഈ വള്ളിച്ചെടികളെക്കാളും മനോഹരമായൊരു വള്ളിച്ചെടിയാണെന്ന് മാത്രമല്ല, മനോഹരമായ വള്ളി എന്ന് മാത്രമല്ല വലിയ മരം പോലെ ആകും. വലിയ വണ്ണം വെച്ച് വരുന്ന വള്ളികളുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അപൂർവങ്ങളായ ചെടികൾ നമ്മുടെ നാട്ടിലുണ്ട്.
ഇത് പലതും നമ്മൾ കളഞ്ഞു കഴിഞ്ഞു. നമുക്കിപ്പോൾ ആകപ്പാടെ അറിയാവുന്നത് ഈ വിദേശ, ഇപ്പോൾ ഈ നാടൻ പട്ടികളെല്ലാം ഇല്ലാതായി. ഇപ്പോൾ നമുക്ക് വിദേശ പട്ടികളുടെ എല്ലാം പേരറിയും, പക്ഷേ നമ്മുടെ നാടൻ പട്ടി ഒറ്റ എണ്ണത്തിൻ്റെ പേരറിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ ചെടികളുടെ അവസ്ഥ ഇതാണ്. നമ്മൾ ഒരുപാട് എക്സോട്ടിക് സിൽവർ റോക്ക് അത് ഇതൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഈ നാടൻ ചെടികൾ, അതിൻ്റെ സൗന്ദര്യം, അത് ഇവിടെ ഒരു സർവൈവ് ചെയ്യുന്നതിൻ്റെ ഒരു അത് അതിജീവനത്തിൻ്റെ ഒരു കഥ ഈ ഓരോ മരത്തിനും പറയാനുണ്ട്. അത് ഇങ്ങനെ അതൊക്കെ ജീവിച്ചു വരുന്നു. ഇതിനിടയ്ക്കൂടെ ഈ പാറയിലും വെള്ളമില്ലാത്തതുമൊക്കെ ഇത് വളർന്നു വരുന്നു. ഈ മാതിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ഒന്ന് പ്രത്യേകം നമ്മളെല്ലാം ഒന്ന് മുൻകൈ എടുക്കേണ്ടത്. ഈ 5 സെൻറ്റുകാരന് പോലും 2-3 മരങ്ങളെ സംരക്ഷിക്കാൻ പറ്റും. ഇതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം കുടപ്പനയാണ്. നമ്മൾ എഴുതുന്ന പന, നമ്മുടെ പനയോലയിലെ എഴുത്ത്, ആ പന ഇപ്പോൾ കാണാനില്ല. പണ്ട് പനയോല കരിമ്പന ധാരാളമായിട്ടുണ്ട്. ഈ നമ്മുടെ പാലക്കാട് സൈഡിലും അതുപോലെ തന്നെ തമിഴ്നാടിനോട് ചേർന്നുള്ള തിരുവനന്തപുരത്തിൻ്റെ ഭാഗങ്ങളിലും കരിമ്പനയുണ്ട്. എന്നാൽ കുടപ്പന എന്ന് പറയുന്ന സാധനം ഇപ്പോൾ കാണാനില്ല. കുടപ്പന നമ്മൾ വെച്ചു പിടിപ്പിക്കേണ്ട ഒരു മരമാണ്. കാരണം അതിന് 2 കവളുണ്ട്. ആ കവളിൽ തത്തയും മാടത്തെയും, അതായത് മൈന ഒക്കെ കൂട് വെച്ചിരുന്നതാണ്. കുടപ്പന പോലെ തന്നെ പണ്ട് ഈ പോത്തിനും താറാവിനുമൊക്കെ ആ പന കീറി അതിൻ്റെ അകത്തെ ചോറാണ് ഭക്ഷണമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ആ മരവും ഇപ്പോൾ കാണാനില്ല. ഈ കുടപ്പനയുടെ ഒരു ഭംഗി, അത് കുട പിരിയുന്ന പോലെ. ഇത് തിരുവനന്തപുരത്തെങ്ങും കുടപ്പന കുന്നെന്നൊരു സ്ഥലം തിരുവനന്തപുരത്തുണ്ട്. എൻ്റെ വീടും അതിൻ്റെ ഒരു ഭാഗത്താണ് ഞങ്ങളുടെ വീടും ഇരിക്കുന്നത്. പക്ഷേ ഈ പുളിയറക്കോണം അല്ല, വേറൊരു വീട്. പക്ഷേ അത് ഈ കുടപ്പന കുന്നിൽ പോലും ഒരു കുടപ്പന ഇപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഖജുരാഹോയിൽ ചെന്നപ്പോൾ അവിടെ ഖാജൂർ എന്ന് പറഞ്ഞൊരു പനയാണ് ഖജുരാഹോ എന്നുള്ള പേര് വരാൻ കാരണം. ആ ഖാജൂർ എന്ന് പറഞ്ഞ പന ഖജുരാഹോയിലെങ്ങും ഇല്ലായിരുന്നു. വളരെ പാടുപെട്ടാണ് ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ഇതിൻ്റെ വീഡിയോ കിട്ടിയത്. അതേസമയം എല്ലാ ഹോട്ടലുകളുടെയും മുറ്റത്തിപ്പോൾ ഈ ഖാജൂർ എന്ന് പറയുന്ന ഇനം പന വെച്ചു പിടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ പലയിടത്തും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നാടൻ മരങ്ങൾ, നമ്മളുടെ ഇവിടെ അവശേഷിക്കേണ്ട മരങ്ങൾ ഇല്ലാതാകുന്നത് തിരിച്ചു പിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു മരം നമുക്ക് വെച്ചു പിടിപ്പിക്കാൻ പറ്റും. ഇതെല്ലാം എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളും വളരുമെന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞു. ഈ മരങ്ങളെല്ലാം നമുക്ക് നമ്മുടെയൊക്കെ തന്നെ പറമ്പുകളിൽ വളർത്താൻ പറ്റും. അപ്പോൾ ഇത് വലുതാകുകയില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. വീടിൻ്റെ പുറത്തേക്ക് മറിഞ്ഞു വീഴുകയില്ലേ, വേര് വന്ന ഫൗണ്ടേഷൻ പോവുകയില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമ്മൾ മേശപ്പുറത്ത് ബോൺസായി ആയിട്ട് ആലിനെ നിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ? എന്നുപോലെ പറമ്പിൽ നമ്മളിതിൻ്റെ ഈ ശിഖരങ്ങളൊക്കെ വെട്ടി നിർത്തുകയാണ്, ഇത്തിരി ചെറുതാക്കി നിർത്തുകയാണെങ്കിൽ മരം അത്ര വലുതാവില്ല. അപ്പോൾ വീടിനടുത്ത് നമുക്ക് ഓരോ മരത്തിനെയും നമുക്കങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇവിടെ തന്നെ 2-3 മരങ്ങളെ അങ്ങനെ ക്രോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതേപോലെ ഒരു 4-5 എല്ലാ വീട്ടുകാരും ഓരോ മരം വെച്ച് സംരക്ഷിച്ചാൽ പോലും ഒരു പഞ്ചായത്തിൽ 1000 വീടുകളുണ്ടെങ്കിൽ 1000 മരം സംരക്ഷിക്കാൻ പറ്റും. കേരളത്തിൽ ആകപ്പാടെ ഉള്ളത് ഏതാണ്ട് 4000 സ്പീഷീസ് മരങ്ങളല്ല ചെടികളാണ്. അതിൽ ഒരു 1000-ൽ താഴെ മരങ്ങൾ കാണുള്ളൂ. അപ്പോൾ ഈ മരങ്ങളൊക്കെ ഇപ്പം അന്യം നിൽക്കുന്ന മരങ്ങളെ നമ്മളെല്ലാവരും ഒന്ന് വിചാരിച്ചാൽ ഓരോ പഞ്ചായത്തിലും ഇതിൻ്റെ എല്ലാം 1-2 തൈകൾ എല്ലാ വീടുകളിലുമായിട്ട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതങ്ങനെ ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. 5 സെൻറ്റുകാരനും അത് ചെയ്യാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വെച്ച് കാണിച്ചതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ മരം കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ നഷ്ടപ്പെട്ട നാടൻ മാവുകൾ, പ്ലാവ്, ഇതൊക്കെ ഇതിനെ വലുതാകുമെന്ന് പേടിക്കുകയേ വേണ്ട. ഇതിനെ വെട്ടിച്ചെറുതാക്കി നിർത്താം. അങ്ങനെ നിർത്താൻ എല്ലാവരും ശ്രമിക്കണം എന്ന് അപേക്ഷിക്കുന്നു.